നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ CISF ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്ക് സാധ്യത. ഉദ്യോഗസ്ഥരെ പുറത്താക്കിയേക്കും. CISF ആഭ്യന്തര അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി സജോ ദേവസ്യ നമുക്കൊപ്പം. സജോ ദേവസ്യ, CISF ഉദ്യോഗസ്ഥർ ഇനി ആ പദവിയിൽ തുടരാൻ യോഗ്യരല്ല എന്ന് പ്രവൃത്തിയിലൂടെ തെളിയിച്ചവരാണ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവരെ പുറത്താക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണോ ഇപ്പോൾ CISF? സുജയ, CISF ഒരു ഡിസിപ്ലിൻഡായ സേനാ വിഭാഗമാണ്. സേനയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കിയെന്ന പ്രാഥമിക നിഗമനമാണ് CISFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത്. നേരത്തെ എയർപോർട്ട് സൗത്ത് സോൺ DIGയും ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ആ അന്വേഷണം പുരോഗമിക്കുകയാണ്. വൈകാതെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ റിപ്പോർട്ട് കിട്ടിയാലുടൻ തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് നേരത്തെ CISF വ്യക്തമാക്കിയിരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ഈ രണ്ടു പേർക്കുമെതിരെ കടുത്ത നടപടി ഉണ്ടായേക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇരുവരെയും പുറത്താക്കിയേക്കും എന്നതാണ്. CISF SI വിനയ് കുമാർ, ഒപ്പം കോൺസ്റ്റബിളായ മോഹൻ കുമാർ എന്നിങ്ങനെ രണ്ടുപേരാണ് ഈ ക്രൂരകൃത്യത്തിന്, അതായത് 24-കാരനായ ഐവിനെ അതിക്രൂരമായി കാറിടിപ്പിച്ച് കൊലപ്പെടുത്തി. അത് സേനയുടെ അന്തസ്സിനാകെ കളങ്കമുണ്ടാക്കിയെന്ന പ്രാഥമിക നിഗമനമുണ്ട്. എന്ന് മാത്രമല്ല, മോഹൻ എന്ന പ്രതി ഈ കുറ്റകൃത്യത്തിന് ശേഷം വരികയും അതിനുശേഷം റെഡിയായി ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ പോവുകയും ചെയ്തു. ആ ഘട്ടത്തിൽ എന്തെങ്കിലും വീഴ്ച മറ്റ് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കും എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. അതായത് താൻ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയതാണ്. ഈ വിവരവും നിലവിൽ CISFന്റെ മുന്നിലുണ്ട്. അങ്ങനെയെങ്കിൽ അക്കാര്യവും പരിശോധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ കുടുംബമടക്കം, ഐവിന്റെ കുടുംബമടക്കം ആവശ്യപ്പെട്ടത് ഇവരെ ഇനി സേനയിൽ തുടരാൻ അനുവദിക്കരുത് എന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. അതേതായാലും അവരുടെ വൈകാരികമായ പ്രതികരണത്തിന്റെ കൂടി ഭാഗമാണ്. പക്ഷേ ഇത് ഗുരുതരമായ അച്ചടക്ക ലംഘനം എന്നതുകൂടി കണക്കാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അതിക്രൂരമായ ഒരു കുറ്റകൃത്യം, അതായത് കൊലക്കുറ്റം ചുമത്തിയാണ് പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇരുവരും റിമാൻഡിൽ കഴിയുകയാണ്. അത് ഈ സേനയുടെ അന്തസ്സിനെ ഈ നിലയിൽ ഇടിച്ചു താഴ്ത്തുകയും സമൂഹത്തിൽ ആ നിലയിലുള്ള പ്രതികരണങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്തു. അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. CISF ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്ക് സാധ്യതയുണ്ട്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ പുറത്താക്കാനും ആലോചിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇപ്പോൾ.